ഹായ്. യുഎഇയിൽ ജോബ് അന്വേഷിച്ച് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ജോബ് അന്വേഷിച്ച് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പലപ്പോഴും എന്നോടൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിൽ. പ്രധാനമായും ഒരു HR ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു HR പ്രാക്ടീഷണർ എന്ന പോലെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. പല ആളുകളും ഒരു വിസിറ്റ് വിസ പുതുക്കി വീണ്ടും വിസിറ്റ് വിസ പുതുക്കി ഇവിടെ ജോബ് അന്വേഷിച്ചിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ജോബ് അപ്ലൈ ചെയ്തു. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മീഡിയാസും യൂസ് ചെയ്തു. ലിങ്ക്ഡിൻ, ഇൻഡീഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ മീഡിയത്തിലും നമ്മൾ പോയിട്ട് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. വലിയ വലിയ കമ്പനികളുടെ HR റിസപ്ഷനിൽ പോയിട്ട് CV ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. HRമാരുടെ വാട്സപ്പിലേക്ക് CV അയക്കുന്നുണ്ട്. പക്ഷേ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ ഒരു ചോദ്യം പ്രധാനമായിട്ടും ജോബ് അന്വേഷിച്ച് വരുന്ന ആളുകളും അതുപോലെ തന്നെ ജോബ് അന്വേഷിച്ചിട്ട് ഇവിടെ വിസിറ്റ് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്കും അതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്നുള്ള കാര്യമാണ്. നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഒരു 5 പോയിന്റിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. എന്താണ് ഇങ്ങനെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാത്തത്? ഒന്നാമത്തെ കാര്യം, CV ഈസ് നോട്ട് ടൈലേഡ് ടു ദി ജോബ്. നമ്മുടെ CV നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് അല്ല എന്നിരിക്കുകയാണ്. പൊതുവെ ആളുകൾ നമുക്കൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പം ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. എന്താണ് ആ ജോബ് ടൈറ്റിൽ എന്താണെന്നുണ്ടാവും. അപ്പോൾ ആ ടൈറ്റിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള CV ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഒരു അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് BCom ഡിഗ്രി ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ BCom ഡിഗ്രി മസ്റ്റ് ആണെന്ന് പറയും. ചിലപ്പം റെലവൻ്റ് ആയിട്ടുള്ള 1 or 2 ഇയർ എക്സ്പീരിയൻസ് കാണിക്കും. അപ്പോൾ പൊതുവെ ആളുകൾ എന്ത് ചെയ്യും, അതിലുള്ള ആളുകൾ പക്ഷേ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അല്ലെങ്കിൽ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ CVയിൽ അത്തരത്തിലുള്ള യാതൊരു റെലവൻ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അയാളുടെ ജോബുമായി ബന്ധപ്പെട്ട അയാൾ അപ്ലൈ ചെയ്യുന്ന ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ CVയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ആ പൊസിഷനിൽ വർക്ക് ചെയ്ത ആളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ അത് ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ തന്നെ ആ CV ഔട്ടായി പോകും. ഓക്കെ, ഞാൻ പറഞ്ഞത് വൺ CV കനോട്ട് ബി യൂസ്ഡ് ഫോർ എവറി ജോബ്. വളരെ സിമ്പിളാണ്. ഒറ്റ CV ഉണ്ടാക്കിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ സൈറ്റിലും പോയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടോ കാര്യമില്ല. ഓരോ പൊസിഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ ഏതാണോ അതിന് മാച്ച് ആയിട്ടുള്ള CV ആയിരിക്കണം എന്നർത്ഥം. അതായത് ഒരാൾ BCom ഗ്രാജുവേറ്റഡ് ആണ് അല്ലെങ്കിൽ ഒരു BA ഇംഗ്ലീഷ് ഗ്രാജുവേറ്റഡ് ആണ്, അയാൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൈ ചെയ്യാൻ പറ്റും. ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിലും അയാളുടെ CV ഓരോ പൊസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം CV ഉണ്ടായിരിക്കേണ്ടതെന്ന് അർത്ഥം. മനസ്സിലായല്ലോ. രണ്ടാമത്തെ കാര്യം, മിസ്സിംഗ് കീവേഡ്സ്. സിമ്പിളാണ്. ATS ആയിരിക്കണം നമ്മളിപ്പം പറയാം അല്ലേ. ATS ഫ്രണ്ട്ലി ആയിരിക്കണം. നമുക്കൊരു വീഡിയോ തന്നെ വരുന്നുണ്ട് എന്താണ് ATS ഫ്രണ്ട്ലി CV, അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. യുഎയിലുള്ള മെനി കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ATS ഫ്രണ്ട്ലി സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ടിൽ CV സ്ക്രീനിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിജക്റ്റ് ആവാൻ കാരണമുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കീവേഡ്സുകൾ ഇല്ലാത്തതാണ് മെയിൻ കാരണം. അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. മൂന്നാമത്തെ കാര്യം, നോ ക്ലിയർ പ്രൊഫഷണൽ സമ്മറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിലുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണൽ സമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം. അതായത് ഫസ്റ്റ് 3-4 ലൈൻസ് മസ്റ്റ് ക്ലിയർലി ഷോ ഹൗ യു ആർ ആൻഡ് വാട്ട് വാല്യൂ യു ബ്രിങ്. ഇഫ് ഇറ്റ് ഈസ് വീക്ക് യു ആർ റിജക്റ്റഡ്. നമ്മൾ എന്ത് വാല്യൂ ആണ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ളത് ഫസ്റ്റത്തെ 1 or 2 ലൈൻ, മാക്സിമം 3 ലൈൻസിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മുടെ CV വീക്കായ CV ഇറ്റ് വിൽ ബി റിജക്റ്റഡ്. ഓക്കെ. നാലാമത്തെ കാര്യം, നോ മെഷറബിൾ അച്ചീവ്മെന്റ്സ്. അതൊരിക്കലും നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. നമ്മൾ സാധാരണ ആളുകൾ ഐ എം ഹാർഡ് വർക്കിംഗ്, ഐ എം എ ഗുഡ് ടീം പ്ലെയർ തുടങ്ങിയിട്ടുള്ള ഷോ റിസൾട്ട് ആയി ചെയ്യുന്ന ചില കീവേഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതിന് നമ്മൾ പകരമായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം? ഇൻക്രീസ്ഡ് സെയിൽസ് ബൈ 20%, മാനേജ്ഡ് 15 സ്റ്റാഫ് മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ, അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണം. ഹാർഡ് വർക്കിംഗ് ആണ് അല്ലെങ്കിൽ ടീം പ്ലെയർ എന്നൊക്കെ ഉള്ളത് അതെല്ലാം വളരെ കാലങ്ങൾക്ക് മുമ്പേ ആളുകൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും നമ്മൾ CVയിൽ ഉൾപ്പെടുത്താതെ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ യൂസ് ചെയ്യാം. അഞ്ചാമത്തെ കാര്യം, പുവർ ഫോർമാറ്റിംഗ് ഇറ്റ് ടു ലോങ്. നമുക്കറിയാം ചില ആളുകളുടെ CV ചിലപ്പം റെലവൻ്റ് ആയിട്ടുള്ള 5 years എക്സ്പീരിയൻസ്, 6 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ചിലപ്പം ചില ആളുകൾ പുതിയതായിരിക്കും, നാട്ടിൽ ചിലപ്പം ഗ്രാജുവേറ്റഡ് കഴിഞ്ഞുകൊണ്ട് വന്നായിരിക്കും. പലപ്പോഴും ആൾ വിചാരിക്കുന്നത് CV ലെങ്തി ആണെങ്കിൽ അല്ലെങ്കിൽ 3-4-5 പേജസ് ഉണ്ടെങ്കിൽ സംതിങ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് ഒരു വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്.
എ സി വി ഷുഡ് ബി ക്ലീൻ, പ്രൊഫഷണൽ ആൻഡ് ഐഡിയലി 1 or 2 pages. 2 പേജിൻ്റെ മുകളിലേക്ക് ഒരിക്കലും സി വി പോകരുത്. ഒരു HR നിങ്ങളുടെ സി വി ചെക്ക് ചെയ്യൂല. 1 or 2 page, മാക്സിമം 1 പേജിൽ ഒതുക്കാൻ നോക്കുക. ഇനിയും കയ്യില്ലെങ്കിൽ മാക്സിമം 2 pages. ലോങ് പാരഗ്രാഫ്സ് ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് റെഡ്യൂസ് യുവർ ചാൻസസ്. പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് പല സി വിയിലും കാണാറുണ്ട്. പല സി വിയിലും സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് എല്ലാം മിസ്പെൽ ചെയ്തിട്ടുണ്ടായിരിക്കും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. ചില ആളുകൾ ചെറിയ ഒരു കാര്യത്തെ പറയാൻ വേണ്ടി ChatGPT പോലെയുള്ള AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് സി വി ഉണ്ടാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു 1 ലൈനിൽ പറഞ്ഞു തീർക്കാൻ പറ്റും. പക്ഷേ അത് ChatGPT ഒക്കെ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണലിസം ഉണ്ട് തോന്നിക്കുന്ന രീതിയിൽ 4-5 സെന്റൻസ് ആക്കി തരും, ഒരു പാരഗ്രാഫ് ആക്കി തരും. പക്ഷെ അങ്ങനെ വെക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ഈ സി വി നോക്കുന്ന ആളുകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ഇത് AI ജനറേറ്റഡ് സി വി ആണോ അതല്ല അയാൾ സ്വന്തം ഉണ്ടാക്കിയതോ എന്ന് അറിയാലോ. അപ്പോൾ സി വിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും എന്താകാൻ പാടില്ല, വളരെ ലോങ് ആകാൻ പാടില്ല. അത് 1 or 2 പേജിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒന്നും കൂടി പറയുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി വി ആയിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം CV ATS ആയിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നു നോ ക്ലിയർ പ്രൊഫഷണൽ സമ്മറി. ക്ലിയർ ആയിട്ടുള്ള പ്രൊഫഷണൽ സമ്മറി ഇല്ലെങ്കിൽ CV റിജക്ട് ചെയ്യപ്പെടും. ഓക്കെ. നാലാമത്തെ കാര്യം നോ മെഷറബിൾ അച്ചീവ്മെന്റ്സ്. മെഷറബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒരിക്കലും അതിൽ കൊണ്ടുവരരുത്. അഞ്ചാമത്തെ കാര്യം പുവർ ഫോർമാറ്റിംഗ് ഓർ ടു ലോങ്. വളരെ പുവർ ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ CV വളരെ ലെങ്തി ആണെങ്കിൽ യുവർ CV നെവർ എവർ ഷോർട്ട് ലിസ്റ്റഡ്. അപ്പോൾ CV ഉണ്ടാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ ATS ഫ്രണ്ട്ലി CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.